ഇത്രയധികം നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കഷ്ടപ്പെട്ട് മേടിച്ച ഫോണിൽ ഗ്രീൻ ലൈൻ വന്ന അവസ്ഥപ്പെടുന്ന സമയത്ത് എന്തുകൊണ്ട് അതിനെപ്പറ്റി വീഡിയോ ഇടുന്നില്ല? ഗൈസ്, ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ഫ്രസ്ട്രേഷൻ. പക്ഷേ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഗ്രീൻ ലൈൻ. ഞാൻ ഗ്രീൻ ലൈനെ പറ്റി ഏറ്റവും ആദ്യം വീഡിയോ ചെയ്തത് ഇന്നും ഇന്നലെ ഒന്നുമില്ല, 2 കൊല്ലം മുന്നേ ആയിരുന്നു. അതിൽ കൃത്യമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു എന്തുകൊണ്ടാണ് ഫോണുകളിൽ ഗ്രീൻ ലൈൻ വരുന്നത് എന്നുള്ളത്. ശരിയാണ്, ആരാണെങ്കിലും പൈസ കൊടുത്തൊരു ഫോൺ വാങ്ങി ഏകദേശം 2 കൊല്ലമൊക്കെ ആകുമ്പോഴേക്കും ഒരു അപ്ഡേറ്റ് ഒക്കെ ചെയ്യുന്നു. അതിനുശേഷം ഗ്രീൻ ലൈൻ വരുമ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആവും. ശേഷം അത് കൊണ്ടുപോയി സർവീസ് സെൻ്ററിൽ കൊടുക്കുമ്പോൾ അവന്മാർ ആ ഒരു ഡിസ്പ്ലേ മാറ്റണമെങ്കിൽ പൈസ വേണം എന്ന് ചോദിക്കുമ്പോൾ അതിലും വലിയ ഫ്രസ്ട്രേറ്റഡ് ആവും. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഗ്രീൻ ലൈൻ വരുന്നത് എല്ലാം ആമോലെഡ് അല്ലെങ്കിൽ ഓലെഡ് ഡിസ്പ്ലേകളിലാണ്. എത്ര പേർക്ക് അറിയുന്നറിയില്ല. ഈ ഓലെഡ് ആമോലെഡ് ഡിസ്പ്ലേ ഒക്കെ വർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ 3 ലൈറ്റുകളുണ്ട്. പച്ചയുണ്ട്, ചുവപ്പുണ്ട്, നീലയുണ്ട്. ഇതിൽ പച്ചയായിരിക്കും കുറച്ച് വലിയ ലൈറ്റ്, ബാക്കി നീലയും ചുവപ്പും ചെറുതായിരിക്കും. ആൻഡ് ഇതിനകത്തുള്ള വോൾട്ടേജ് വ്യത്യാസങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന വീഡിയോസ് എല്ലാം കൃത്യമായിട്ടുള്ള കളറിലും ബ്രൈറ്റ്നെസ്സിലും വരുന്നത്. പക്ഷേ ഈ ആമോലെഡ് ഡിസ്പ്ലേയുടെ ഏറ്റവും വലിയ പേടി സ്വപ്നം അല്ലെങ്കിൽ ഏറ്റവും വലിയ വില്ലൻ അതെന്താണെന്നറിയോ? 2 കാര്യങ്ങളാണ്. ഒന്ന് ചൂട്, രണ്ടാമത് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ മോയ്സ്ചർ. നമ്മുടെ ഫോൺ ഒരു പ്രാവശ്യം പോലും താഴെ ഇടാതെ പൊന്നു പോലെയാണ് കൊണ്ട് നടക്കുന്നതെങ്കിലും നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഫാക്ടേഴ്സ് നമ്മുടെ ചുറ്റുമുണ്ട്. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുവാണെങ്കിൽ സാംസങ്ങിൻ്റെ A73 എന്ന് പറഞ്ഞ ഫോൺ. ഇത് എൻ്റെ വൈഫ് യൂസ് ചെയ്യുമായിരുന്നു. ഏകദേശം 2 ഇയേഴ്സോളം കണ്ടിന്യൂസ്ലി എൻ്റെ വൈഫ് യൂസ് ചെയ്തായിരുന്നു. ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ് യൂസ് ചെയ്തത്. ആൻഡ് ഒരു പ്രശ്നവും ആ ഒരു ഫോണിന് ഉണ്ടായില്ല. ശേഷം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫോൺ കേടായ സമയത്ത് അവന് വേറെ ഫോൺ നോക്കുന്നുണ്ടായി. അപ്പോൾ ആ സമയത്ത് തൽക്കാലം ഉപയോഗിക്കാൻ ഒരു ഫോൺ വേണം. സോ ഈ ഒരു ഫോണ് അവന് കൊടുത്തായിരുന്നു. അവൻ കേരളത്തിലാണ്, നാട്ടിലാണ്, തൃശ്ശൂരിലാണ്. അതുവരെയും ആ ഫോണിലുള്ള എല്ലാ അപ്ഡേറ്റുകളും ചെയ്തിട്ടുണ്ട്. ഒരു കുഴപ്പമൊന്നും ഉണ്ടായില്ല. ആൾ ബാംഗ്ലൂരിൽ നിന്ന് ആ ഒരു ഫോൺ തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയ ശേഷം ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോഴേക്കും 1 വരെ വന്നു. ഏകദേശം 2 മാസം കഴിഞ്ഞപ്പോഴേക്കും 2 വരെ വന്നു. ആ ഫോണിന് യാതൊരു ഫിസിക്കൽ ഡാമേജും ഇല്ല. പൊന്നുപോലെ നോക്കിയിരുന്ന ഒരു ഫോണാണ്. ബട്ട് സ്റ്റിൽ എങ്ങനെ ആ ഒരു ഗ്രീൻ ലൈൻ വന്നു? അവിടെ ഉണ്ടായ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ബാംഗ്ലൂർ പോലെ ഹ്യൂമിഡിറ്റി കുറഞ്ഞ കൂളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഫോണ് പെട്ടെന്ന് നമ്മൾ നാട്ടിലേക്ക് കുറച്ചുകൂടി ഹയർ ഹ്യൂമിഡിറ്റിയും ഹയർ ടെമ്പറേച്ചേഴ്സും ഉള്ളൊരു സ്ഥലത്ത് കൊണ്ടുപോയപ്പോൾ ഒബ്വിയസ്ലി A73 പോലെ ഒരു IP റേറ്റിംഗ് ഉള്ള ഫോണാണെങ്കിൽ പോലും ഈ IP റേറ്റിംഗ് ഉള്ള ഫോണുകളിലെല്ലാം ബാക്കിൽ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ഒരു IP റേറ്റിംഗ് ഉള്ള ഫോണാണ്. ഇവിടെ കണ്ടോ ഒരു അഡ്ഹേസീവ് ഗ്ലൂ കണ്ടോ? ഇതേപോലെ ഗ്ലൂ ഉണ്ടാവും. ഈ ഗ്ലൂ കാലക്രമേണ ഉരുകി ഇല്ലാണ്ടാവും. അങ്ങനെ ഈ ഗ്ലൂ കാലക്രമേണ ഉരുകി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ പാനലിനകത്തേക്ക് മോയ്സ്ചർ കയറി തുടങ്ങും, ഹ്യൂമിഡിറ്റി കാരണം. ഈ മോയ്സ്ചർ കയറിക്കഴിഞ്ഞാൽ ആ ഒരു ഡിസ്പ്ലേയിലുള്ള കണക്റ്റേഴ്സ് എന്ന് പറയുന്ന മുടിയുടെ അത്രയും ചെറിയ കട്ടിയുള്ള ഫൈൻ ലൈൻസ് ആയിരിക്കും. അതിലേതെങ്കിലും ഒരു ലൈന് ഇതുമായിട്ട് റിയാക്ട് ചെയ്യുകയും പ്ലസ് ചൂടും കൂടി വരുന്ന സമയത്ത് അത് അവിടെ നിന്ന് വിട്ടുപോവുകയും ചെയ്യുമ്പോഴാണ് ഈ പച്ച വര വരുന്നത്. സോ നിങ്ങളുടെ വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്കും നിങ്ങൾ ഒരേ പാച്ചിലുള്ള ഒരേ മോഡലിലുള്ള ഫോൺ വാങ്ങിക്കൊടുത്തു. അച്ഛൻ ഡെയിലി ജോലിക്ക് പോകുന്നതാണ്, അമ്മ വീട്ടു ജോലിയൊക്കെ നോക്കി ഇരിക്കുന്നതാണ്. അങ്ങനെ 2 കൊല്ലത്തിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ ഒരു അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അച്ഛൻ്റെ ഫോണിലാണ് വര വീഴാൻ ഏറ്റവും കൂടുതൽ സാധ്യത അമ്മയുടെ ഫോണേക്കാളും. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മ കൂടുതലും ഇൻഡോർസാണ് ഫോൺ ഉപയോഗിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അത്രത്തോളം ഹീറ്റ് എക്സ്പോഷർ ഇല്ല. അച്ഛൻ ഔട്ട്ഡോർസാണ് കൂടുതലും, ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് ചിലപ്പോൾ മാപ്പ് ഇടാൻ വേണ്ടി യൂസ് ചെയ്യും, പുറത്ത് വെച്ച് ഫോൺ കോളുകൾ ചെയ്യും, പുറത്തുനിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കും. അങ്ങനെ വെയിലെത്തുമ്പോൾ ബസ്സിലൊക്കെ പോകുന്നവരാണെങ്കിൽ ബസ്സിലിടുന്ന ഫോൺ ഉപയോഗിക്കും. അങ്ങനെ വെയിൽ കൊള്ളുമ്പോൾ ഒബ്വിയസ്ലി ആ ഒരു IP റേറ്റിങ്ങിലുള്ള ഗ്ലൂ അത് വീട്ടിൽ അമ്മ ഉപയോഗിക്കുന്ന ഫോണിനേക്കാളും പെട്ടെന്നായിരിക്കും ഡീഗ്രേഡായി പോകുന്നത്. ഓൾസോ നിങ്ങളുടെ അമ്മ ഒരു ഹൗസ് വൈഫ് ആയതുകൊണ്ട് വീട്ടിൽ തന്നെയാണെന്നുള്ളതുകൊണ്ട് സ്ഥിരമായിട്ട് ഫോൺ ചാർജ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കൂടുതലും TVയും കുക്കിംഗ് ഒക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ട് അധികം സ്ക്രീൻ ടൈം വരുന്നില്ല. പക്ഷേ അച്ഛൻ ഔട്ട്ഡോർസ് ആണ്, ഇപ്പോൾ സൈറ്റിലൊക്കെയാണ് വർക്ക് എന്നുണ്ടെങ്കിൽ കൂടുതലും ഔട്ട്ഡോർസ് കുറേ കോളുകൾ ചെയ്യാനുണ്ട്, ഫോണിൻ്റെ ടൈം യൂസേജ് കൂടുതൽ നേരം ചാർജ് ചെയ്യേണ്ടി വരും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ 2 ഫോണുകളും ഒരു വട്ടം പോലും താഴെ വീണിട്ടില്ലെങ്കിൽ പോലും 2 കൊല്ലത്തിന് ശേഷം അച്ഛൻ്റെ ഫോണിൽ ഗ്രീൻ ലൈൻ വന്നു, അമ്മയുടെ ഫോണിൽ ഗ്രീൻ ലൈൻ വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? ബട്ട് ഐ എം നോട്ട് സീയിങ് ഗ്രീൻ ലൈൻ ഈസ് നോട്ട് എ മാനുഫാക്ചറിങ് ഇഷ്യൂ. ഗ്രീൻ ലൈൻ എന്ന് പറഞ്ഞൊരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണ്. കാരണം എല്ലാ ഡിസ്പ്ലേയും ഉണ്ടാക്കുന്ന സമയത്ത് 100% പ്യൂർ ആയിരിക്കില്ല, ചെറിയ ഇമ്പ്യൂരിറ്റീസ് അവിടെ ഉണ്ടാവും. പക്ഷേ ആസ് ലോങ് ആസ് ഇറ്റ് ഈസ് സീൽഡ്, ഔട്ട്ഡോർ എൻവിറോൺമെൻറ്റിൽ നിന്നും അത് പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ അതിനകത്തേക്ക് സ്ട്രെസ്സ്, വളയുക, താഴെ വീഴുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, വാട്ടർ ഡാമേജ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ആർ സേഫ്. എത്ര അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാലും നിങ്ങളുടെ ഫോണിനൊന്നും പറ്റില്ല. പക്ഷേ ഈ കാര്യങ്ങൾ പാളുന്ന സമയത്താണ് നമുക്ക് ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ വരുന്നത്. ഇനി രണ്ടാമത്തേത്, ഈ ആമോലെഡ് ഡിസ്പ്ലേ ഇന്നും ഇന്നലെ ഒന്നും വന്നൊന്നുമല്ല. 2009 തൊട്ട് ആമോലെഡ് ഡിസ്പ്ലേ ഒക്കെ ഇന്ത്യയിലുണ്ട്. എനിക്ക് തോന്നുന്നു സാംസങ്ങിൻ്റെ ഏത് ഫോണിലാണ്, വേവോ അങ്ങനെ എന്തോ ആണ്, 2009 വന്ന ഫോൺ തൊട്ടേ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് അന്നൊന്നും നമ്മൾ കേൾക്കാത്ത ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂ ഈ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് കൂടുതൽ നമ്മൾ കേൾക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രധാന ഉത്തരവ് എന്ന് പറയുന്നത്
അന്നൊക്കെ ആമോലെഡ് ഡിസ്പ്ലേസ് വളരെ കുറവായിരുന്നു, കൂടുതലും LCD ഡിസ്പ്ലേസ് ആയിരുന്നു. ആൻഡ് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം, LCD ഡിസ്പ്ലേയിലും ഈ ആമോലെഡിൽ ഗ്രീൻ ലൈൻ വരുന്ന പോലെ LCDയിൽ ബ്ലീഡിങ് ഇഷ്യൂ, അതേപോലെ ഗോസ്റ്റിംഗ് ഇഷ്യൂ, അല്ലെങ്കിൽ പ്രീവിയസ് സ്ക്രീനിൽ കണ്ട കാര്യം തന്നെ അവിടെ കാണുക, അല്ലെങ്കിൽ സ്ക്രീൻ ഒന്ന് വൈറ്റ് ആയി പോവുക, സൈഡിൽ നിന്ന് കാണുമ്പോഴത്തേക്ക് കളർ ഫെയ്ഡ് ആവുന്ന ഇഷ്യൂ ഒക്കെ പല LCD ഡിസ്പ്ലേ ഉള്ള ഫോണുകളിലും 1 വർഷത്തിന് ശേഷം 2 വർഷത്തിന് ശേഷമൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ റിയൽമിയുടെ 2 ഫോണുകളുണ്ടായി, റിയൽമി 7 ഉണ്ടായി, റിയൽമി 7i ഉണ്ടായി. റിയൽമി 7iൻ്റെ ഡിസ്പ്ലേ ഏകദേശം 2 കൊല്ലം ആയപ്പോഴേക്കും അതിൻ്റെ ഡിസ്പ്ലേ ഒരുമാതിരി മങ്ങാൻ തുടങ്ങി, ഒരു പിങ്ക് ടിൻ്റൊക്കെ വരാൻ തുടങ്ങി. റിയൽമി 7 ആണെങ്കിൽ ഇടയ്ക്ക് ഡിസ്പ്ലേ ഒരു സൈഡ് അമർത്തി കഴിഞ്ഞാൽ മാത്രമേ കാണുള്ളൂ, അല്ലാത്ത പക്ഷം കാണാത്ത ഇഷ്യൂ ഒക്കെ വരുന്നുണ്ട്. സോ ഈ ആമോലെഡ് ഫോണുകൾ ഒന്ന് കുറവായിരുന്നു എന്ന് മാത്രമല്ല, 2 അന്നത്തെ കാലത്തൊക്കെ അപ്ഡേറ്റുകൾ വളരെ കുറവായിരുന്നു, ശരിയല്ലേ? ഈ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിലുള്ള ഡ്രൈവർ, ഡിസ്പ്ലേ ഡ്രൈവറൊക്കെ അപ്ഡേറ്റ് ആകുമ്പോഴാണ് ഈ പറയുന്ന ഡിസ്പ്ലേ ഡ്രൈവറുകളിലുള്ള വോൾട്ടേജ് വ്യത്യാസങ്ങൾ കാരണം നിങ്ങളുടെ ഫോണിനകത്ത് ഏതെങ്കിലും ലൈനിൽ മാനുഫാക്ചറിങ് കാരണം ഉണ്ടായ ചെറിയൊരു ഇമ്പ്യൂരിറ്റീനെ മോയ്സ്ചറും ഹീറ്റും കാരണം അത് വലിയൊരു ഇമ്പ്യൂരിറ്റി ആയിട്ട് മാറിക്കഴിഞ്ഞാൽ, വലിയൊരു എന്താ പറയുക, അവിടെ ഓക്സിഡേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ആ വോൾട്ടേജ് വ്യത്യാസം കാരണമാണ് ഈ അടിച്ചു പോകുന്നത്. ഇനി ബ്രാൻഡുകൾ അപ്ഡേറ്റ് പുഷ് ചെയ്യുന്ന സമയത്ത് അവർ അപ്ഡേറ്റ് ടെസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള, ഇപ്പോൾ S23ൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് തരുന്നുണ്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള S23 ഫോൺ എടുക്കുന്നു, അതിന് വേണ്ടിയിട്ട് അപ്ഡേറ്റ് ഉണ്ടാക്കുന്നു, അതിലേക്ക് പുഷ് ചെയ്യുന്നു. അതിന് കുഴപ്പമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ അപ്ഡേറ്റ് എല്ലാവരിലേക്കും റിലീസ് ചെയ്യുന്നു. അതുകൊണ്ട് ഇന്നലെ S23 മേടിച്ചൊരുത്തൻ ആ ഒരു അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോണിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ 3 കൊല്ലം മുന്നേ S23 മേടിച്ച ഒരാൾ, 2 കൊല്ലം മുന്നേ S23 മേടിച്ച ഒരാളാണ് എന്നുണ്ടെങ്കിൽ ആളുടെ ഫോൺ ഇതേപോലെ ഡാമേജുകളൊക്കെ കടന്നു വന്നിരിക്കുന്നത് കൊണ്ട് ഒരു പുതിയ ഫോണിൻ്റെ അത്രയും ടോളറൻസ് ആ ഫോണിലില്ല എന്നുള്ളതുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അവന് ഗ്രീൻ ലൈൻ വന്നേക്കാം. ഇനി ഇവിടെ എല്ലാം നിങ്ങൾ ഓർക്കേണ്ട കാര്യം, എത്ര IP റേറ്റിംഗ് ഉള്ള എത്ര പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ഫോൺ നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാലും മാനുഫാക്ചറർ അവരുടെ സ്വന്തമായിട്ടുള്ള മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കാരണമുണ്ടായ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് സോൾവ് ആക്കി തരാനായിട്ട് അവർ പറയുന്നത് 1 വർഷത്തെ വാറണ്ടിയാണ്. 1 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ഫോണിന് എന്ത് മാനുഫാക്ചറിങ് ഇഷ്യൂ ഉണ്ടെങ്കിലും ഫ്രീ ഓഫ് കോസ്റ്റ് മാറിത്തരും. അതിന് വേണ്ടിയാണ് വാറണ്ടി തരുന്നത്. അങ്ങനെ തന്നില്ല എങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പോയിട്ട് കൺസ്യൂമർ കോർട്ടിൽ കേസ് കൊടുക്കാം. പക്ഷേ 1 വർഷത്തിന് ശേഷം നിങ്ങളുടെ ഫോണിന് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ലീഗലി ബ്രാൻഡ് അതിന് ലയബിൾ അല്ല. കാരണം അവർ പറയുന്നു 1 കൊല്ലത്തേക്കാണ് ഞങ്ങൾ ഈ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്, 1 കൊല്ലത്തിന് ശേഷം എന്ത് വന്നു കഴിഞ്ഞാലും വി ഹാവ് ടോൾഡ്, ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 1 കൊല്ലമേ ഉള്ളൂ. അതുകൊണ്ട് 1 കൊല്ലത്തിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ പറയും 6 കൊല്ലം 7 കൊല്ലത്തേക്ക് അപ്ഡേറ്റ് പ്രോമിസ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ 6 കൊല്ലം 7 കൊല്ലമൊക്കെ ഇങ്ങനെ 2 കൊല്ലം കഴിയുമ്പോൾ അപ്ഡേറ്റ് എന്ന് ഒരു ലൈൻ വരുവാണെങ്കിൽ എങ്ങനെ ഉപയോഗിക്കുമെന്ന് ചോദിച്ചാൽ, ഈ 6 കൊല്ലം 7 കൊല്ലമുള്ള അപ്ഡേറ്റ് ഇപ്പം നിങ്ങൾ 3 കൊല്ലം മുന്നേ അല്ല, ഇന്നാണ് S23 മേടിക്കുന്നതെങ്കിൽ ഇനിയും 4 കൊല്ലത്തെ അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടും. ആൻഡ് അപ്ഡേറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ആ ഒരു ഡിവൈസിന് ഉള്ള ഗ്യാരണ്ടി അല്ല അത്. ആൻഡ് രണ്ടാമത്തെ കാര്യം ആൾക്കാരുടെ എക്സ്പെക്ടേഷൻ ആണ്. കാരണം ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രോഡക്റ്റ്, ഇപ്പോൾ OnePlus ആയിക്കോട്ടെ, അല്ലെങ്കിൽ OnePlusൻ്റെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് സീരീസ് ഒരു 50,000 60,000 രൂപ കൊടുത്ത് മേടിച്ചു, അല്ലെങ്കിൽ ഇപ്പോൾ സാംസങ്ങിൻ്റെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു 1 ലക്ഷം രൂപ കൊടുത്തൊരു ഫോൺ മേടിച്ചു കഴിഞ്ഞാൽ ഞാൻ 1 lakh ഈ ഫോണിന് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ബട്ട് വിത്തിൻ 2 years എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ അടിച്ചു പോയി. ഹൗ ഈസ് ദാറ്റ് ജസ്റ്റിഫയബിൾ എന്ന് ചോദിച്ചാൽ, നിങ്ങളവിടെ 1 ലക്ഷം കൊടുക്കുന്നത് നിങ്ങളുടെ ഫോണിൻ്റെ ഡ്യൂറബിലിറ്റിക്കോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഒരിക്കലും പ്രശ്നം വരില്ല എന്നല്ല. നിങ്ങൾ 1 ലക്ഷം രൂപ അവിടെ കൊടുത്തു കഴിഞ്ഞാലും ബ്രാൻഡ് നിങ്ങൾക്ക് 1 കൊല്ലത്തെ വാറണ്ടിയാണ് തരുന്നത്. ആൻഡ് നിങ്ങൾ ആ കൊടുക്കുന്ന പൈസ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷന് വേണ്ടി, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്യാമറ, പ്രോസസ്സർ, ഇതിനെല്ലാം വേണ്ടിയുള്ള ഒരു കോസ്റ്റാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ ആൾട്ടോയും ഉണ്ട്, ആൾട്രോസും ഉണ്ട്. ഇപ്പോൾ എൻ്റെ ആൾട്ടോനേക്കാളും വില കൂടിയ വണ്ടിയാണല്ലോ, അതിനും ഹെഡ്ലൈറ്റ് ഉണ്ട്, ആൾട്ടോയ്ക്കും ഹെഡ്ലൈറ്റ് ഉണ്ട്. ഈ 2 വണ്ടികളുടെയും ഹെഡ്ലൈറ്റ് അടിച്ചു പോകില്ല എന്നെന്തെങ്കിലും ഉറപ്പുണ്ടോ? 1 കൊല്ലത്തിന് ശേഷം 2 കൊല്ലത്തിന് ശേഷം എൻ്റെ ആൾട്രോസിൻ്റെ ഹെഡ്ലൈറ്റ് അടിച്ചു പോയി, പക്ഷേ എൻ്റെ ആൾട്ടോയുടെ ഹെഡ്ലൈറ്റ് അടിച്ചു പോയില്ല. ഈവൻ കോസ്റ്റ്ലിയർ വണ്ടിയാണ് ആൾട്ടോനെ കമ്പയർ ചെയ്യുമ്പോൾ, സ്റ്റിൽ അടിച്ചു പോയി. ഇനി അടിച്ചു പോയി കഴിഞ്ഞാൽ എനിക്കിപ്പോൾ അതിൻ്റെ ബൾബ് മാറ്റണമെന്നുണ്ടെങ്കിൽ, ആൾട്ടോയുടെ ബൾബ് മാറ്റണമെങ്കിൽ 100 രൂപയെ കാര്യം നടക്കും. ആൾട്രോസിൻ്റെ ബൾബ് മാറ്റണമെങ്കിൽ ഏകദേശം 200, 300, 400 രൂപ എനിക്ക് ചിലവാക്കേണ്ടി വരും. വിച്ച് മീൻസ് നിങ്ങളൊരു പ്രീമിയം സാധനം മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ റിപ്പയർ കോസ്റ്റുകൾ കൂടുതലായിരിക്കും. സോ നിങ്ങൾ ഓഫർ പ്രൈസിന്, നിങ്ങളൊരു ഫോൺ ഏകദേശം 80,000 രൂപയുടെ ഫോണ് നിങ്ങൾ ഈ ഒരു സെയിൽ സമയത്ത് ഓഫർ പ്രൈസിന് 30,000 രൂപയ്ക്കൊക്കെ നിങ്ങൾ വാങ്ങി എന്ന് വിചാരിക്കുക. ഇറ്റ് ഡസ് നോട്ട് മീൻ ആ ഫോണിന് എന്തെങ്കിലും കേടുപാടുകൾ വന്നു കഴിഞ്ഞാൽ അത്രയും കുറവേ വില വരുള്ളൂ എന്ന്. 30,000 രൂപയ്ക്ക് നിങ്ങൾ മേടിച്ചാണെങ്കിൽ എൻ്റെ മദർ ബോർഡ് അടിച്ചു പോയി കഴിഞ്ഞാൽ സർവീസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 45,000 രൂപയായിരിക്കും ആ ഒരു മദർ ബോർഡിന് പ്രൈസ് വരുന്നത്. കുറേ ആൾക്കാർ ഇതേപോലെ സെയിൽ ടൈമിൽ ഇഷ്ടംപോലെ ഫോണുകൾ വാങ്ങിയത് കൊണ്ടും അവരിൽ ചില ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഇഷ്യൂസ് വരുന്നത് കൊണ്ടും അത് കൂടുതലും ഇതേമാതിരി ട്വിറ്റർ പോലത്തെ സോഷ്യൽ മീഡിയകൾ പരക്കുന്നത് കൊണ്ടുമാണ് ഈ ഒരു ഗ്രീൻ ലൈൻ അങ്ങനത്തെ ഇഷ്യൂ ഭയങ്കര കൂടുതലായിട്ട് തോന്നുന്നത്. ആൻഡ് അഗെയിൻ കേരള, അതേപോലെ മുംബൈ, പിന്നെ എവിടെയാണ് ചെന്നൈ, അതേപോലെ കോസ്റ്റൽ ഏരിയാസിലാണ് കൂടുതലും ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ റിപ്പോർട്ട് ചെയ്യുന്നത്.
ആൻഡ് ഡെഫിനറ്റ്ലി അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, മേജർ കോസ് എന്ന് പറയുന്നത് എൻവിറോൺമെൻറ്റ്, ഹ്യൂമിഡിറ്റി ആൻഡ് ഹീറ്റ് ആണ്. എന്നാൽ ഐ വുഡ് സേ ആസ് എ ബ്രാൻഡ് വർഷങ്ങളായിട്ട് 1 കൊല്ലത്തെ ഒരു വാറണ്ടിയാണ് എല്ലാ ബ്രാൻഡുകളും തരുന്നത്. അത് മാറേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. മിനിമം ഇപ്പോൾ ഇത്രയും പൈസ മുടക്കി ഒരു ഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ വേരിയബിൾ വാറണ്ടി വെക്കുക. ഇപ്പോൾ 30,000 രൂപയുടെ ഫോണാണെങ്കിൽ അതിന് 1 കൊല്ലം വാറണ്ടി, 50,000 രൂപയുടെ ഫോണാണ് വാങ്ങിക്കുന്നതെങ്കിൽ അതിന് 2 കൊല്ലം വാറണ്ടി. ബിക്കോസ് അത്രയും കൂടുതൽ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത്രയും കൂടുതൽ പീസ് ഓഫ് മൈൻഡ് കൊടുക്കാനുള്ള ടൈപ്സ് ഓഫ് വാറണ്ടി ബ്രാൻഡുകൾ ബൈ ഡിഫോൾട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, വിച്ച് ഈസ് എ വെരി വെരി മസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. പക്ഷേ ഇന്നും നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ട്. നിങ്ങളിപ്പോൾ ഒരു 20,000 രൂപയുടെ ഒരു M-Series ഫോൺ സാംസങ്ങിൻ്റെ മേടിച്ചു, അല്ലെങ്കിൽ 30,000 രൂപയുടെ A-Series മേടിച്ചു, അല്ലെങ്കിൽ 70,000 80,000 രൂപയുടെ S-Series ഫോൺ മേടിച്ചു കഴിഞ്ഞാൽ പോലും, ഇല്ലെങ്കിൽ ആപ്പിൾ ഐഫോണിൻ്റെ കാര്യം എടുക്കുക, ഐഫോൺ 13 ഒക്കെ ഇഷ്ടം പോലെ ഗ്രീൻ ലൈൻസ് വരുന്നുണ്ട്. ഈ ഐഫോൺ 13 ആണെങ്കിൽ പോലും നിങ്ങൾ മേടിക്കുന്ന സമയത്ത് അവിടെ ആപ്പിൾ കെയർ പ്ലസ്, പിന്നെ സാംസങ് കെയർ പ്ലസ് എന്നിങ്ങനെയൊക്കെ ആ ഒരു കെയർ പ്ലസ് പ്രോഗ്രാംസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ ഫോൺ 1 കൊല്ലത്തേക്കാണ് വാറണ്ടി. നിങ്ങളിപ്പോൾ ആപ്പിൾ കെയർ പ്ലസ് 2 കൊല്ലത്തേക്ക് എടുക്കുകയാണെങ്കിൽ 3 കൊല്ലത്തേക്ക് നിങ്ങൾക്ക് പീസ് ഓഫ് മൈൻഡ് ഉണ്ട്. ആ 3 കൊല്ലത്തിൽ ഗ്രീൻ ലൈൻ വരെ താഴെ വീണ് ഡിസ്പ്ലേ പൊട്ടിപ്പോയാൽ പോലും നിങ്ങൾ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചോദ്യം ചോദിക്കാണ്ട് നിങ്ങൾക്ക് മാറ്റിത്തരും. പക്ഷേ ആ ഒരു സംഭവം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ ആയിട്ട് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. ആ പേയ്മെൻറ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ 1 കൊല്ലത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ, ഫിസിക്കൽ ഡാമേജ് ഒഴികെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ മാറ്റിത്തരും. സോ ഐ വുഡ് സേ നിങ്ങളൊരു ഫോൺ മേടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബ്രാൻഡ് 1 കൊല്ലത്തെ വാറണ്ടി തരുന്നുണ്ട്, 1 കൊല്ലത്തിൽ കൂടുതൽ ഉപയോഗിക്കാനുള്ള പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആസ് എ സേഫ്റ്റി നിങ്ങളുടെ യൂസ് എങ്ങനെയാണ്, നിങ്ങളുടെ എൻവിറോൺമെൻറ്റ് എങ്ങനെയാണ്, ചൂട് എങ്ങനെയാണ്, മോയ്സ്ചർ, ഇതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആസ് എ സേഫ്റ്റി നിങ്ങൾക്ക് ആ ഒരു കെയർ പ്ലസ് പ്ലാൻ എടുത്ത് വെക്കാം. അത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പാതിരാത്രിക്ക് ഗ്രീൻ ലൈൻ വന്നു കഴിഞ്ഞാലും കൊണ്ടുപോയി കൊടുക്കാൻ നിങ്ങൾക്ക് മാറ്റി കിട്ടും. അല്ലാത്ത പക്ഷം ഞാൻ ഒരു റിയാലിറ്റി പറയാം, ഞാനിപ്പോൾ ഒരു ഫോൺ റിവ്യൂ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഒരു AMOLED ഡിസ്പ്ലേ ആണെങ്കിൽ എനിക്ക് പ്രവചിക്കാൻ പറ്റില്ല 2 കൊല്ലം കഴിഞ്ഞാൽ അതിനകത്ത് ഗ്രീൻ ലൈൻ ഉണ്ടാകുമോ എന്ന്. കാരണം ഒന്ന് എൻ്റെ യൂസ് ആയിരിക്കില്ല, നിങ്ങളുടെ യൂസ്, പ്ലസ് നമ്മൾക്ക് തുറന്നു നോക്കാൻ പറ്റില്ല ഫോണിൻ്റെ അകത്ത് എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്തേക്കുന്നത്. ഓരോരുത്തരുടെയും ഫോൺ മാനുഫാക്ചർ ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ആൻഡ് രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ സപ്പോസ് നിങ്ങൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ സർവീസ് സെൻറ്ററിൽ പോയി കഴിയുമ്പോഴത്തേക്ക് സർവീസ് സെൻറ്ററുകാർ ഫസ്റ്റ് ഫിസിക്കൽ ഡാമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. കാരണം ഫിസിക്കൽ ഡാമേജ് ഒരു കാരണമാണ്. തുറന്നു നോക്കി വാട്ടർ ഡാമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. വാട്ടർ ഡാമേജ് ഒരു കാരണമാണ്. ഈ 2 കാരണങ്ങളില്ലാതെ നിങ്ങൾക്ക് അപ്ഡേറ്റ് വഴി തന്നെയാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നതെന്ന് പോയി പറഞ്ഞിട്ടും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീൻ മാറ്റി തന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കൺസ്യൂമർ കോർട്ടിൽ പോയിട്ട് നിങ്ങൾ കേസൊക്കെ കൊടുക്കാൻ പോയി കഴിഞ്ഞാലും ആസ് ലോങ് ആസ് ഇപ്പോൾ സാംസങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവർ S21, S22, S23 സീരീസിനൊക്കെ 3 കൊല്ലത്തിൽ കുറവ് പഴക്കമുള്ള ഫോണുകളാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഗ്രീൻ ലൈൻ വന്നിട്ടുണ്ടെങ്കിൽ മാറ്റിത്തരും എന്നുള്ളൊരു പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുണ്ട്. OnePlusൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഗ്രീൻ ലൈൻ മാറ്റിത്തരും എന്നൊരു പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനത്തെ പ്രോഗ്രാമുകൾ കൊണ്ടുവന്ന ബ്രാൻഡുകളാണെങ്കിൽ നിങ്ങൾ കൺസ്യൂമർ കോർട്ടിൽ പോയി വാദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ക്രൈറ്റീരിയയിൽ നിങ്ങൾ പെടുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾക്ക് ഗ്രീൻ ലൈൻ ഉള്ള ഡിസ്പ്ലേ മാറിത്തരാൻ നിഷേധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോർട്ടിൻ്റെ സൈഡിൽ നിന്ന് ഉത്തരവോടുകൂടി നിങ്ങളുടെ ഫോൺ ആ ഒരു ഡിസ്പ്ലേ മാറി മേടിക്കാനായിട്ട് പറ്റും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് കോർട്ടിൽ പോയൊക്കെ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും അത് മാറിക്കിട്ടാനുള്ള ചാൻസസ് വളരെയധികം കുറവാണ്. അപ്പോൾ എന്തുകൊണ്ട് ബ്രാൻഡുകൾക്ക് ഈ ഒരു അഡ്ഹേസീവ് ഭയങ്കര സ്ട്രോങ് ആക്കി കൂടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്പയറബിലിറ്റി. ഇപ്പോൾ നിങ്ങൾക്കൊരു ബാറ്ററി മാറ്റി കിട്ടണമെന്ന് ഫസ്റ്റ് എന്ത് ചെയ്യും, നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഹീറ്റ് ഗൺ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റും കാണിക്കുക, എന്തിനാ ഈ പാനൽ ഇങ്ങനെ തുറന്നെടുക്കാനായിട്ട്. അതിന് ശേഷമാണ് ഈ മാറ്റങ്ങളൊക്കെ ഉള്ളിൽ വരുത്തുന്നത്. വിച്ച് മീൻസ് ആ ഒരു IP റേറ്റിങ്ങിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അത് ഈ കൂടുതൽ പ്രൊട്ടക്ഷനൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഡിപ്പെൻസ്, അതിൽ കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുത്താൽ റിപ്പയറബിലിറ്റിനെ ബാധിക്കും. അങ്ങനെ പല കാരണങ്ങളുണ്ട്. സോ ആസ് എ കൺസ്യൂമർ നിങ്ങൾ പൈസ മുടക്കി ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ ഒന്ന് അധികം ചൂട് കൊള്ളിക്കാതെ ആൻഡ് സ്ക്രീൻ ഓൺ ടൈം കൺട്രോൾ ചെയ്ത്, അതേപോലെ വാട്ടർ എക്സ്പോഷർ IP68 എന്നൊക്കെ പറഞ്ഞാൽ വെള്ളത്തിൽ മുക്കി വയ്ക്കുക എന്നല്ലാതെ നിങ്ങൾ സ്ഥിരം കൊണ്ടുപോയി മുക്കുക, പൂളിൽ കൊണ്ടുപോയി മുക്കുക, കടലിൽ കൊണ്ടുപോയി മുക്കിക്കഴിഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് അണ്ടർ IP റേറ്റിംഗ്. ആൻഡ് IP റേറ്റിംഗ് ഉള്ള ഫോണുകളിൽ പോലും വാറണ്ടി നിങ്ങൾക്ക് കിട്ടില്ല ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് ആസ് ലോങ് ആസ് നിങ്ങൾ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു പ്രശ്നം പരമാവധി നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അല്ലാതെ പക്ഷേ ഇപ്പോൾ ഐസൊലേറ്റഡ് കേസല്ല, നോൺ ഇഷ്യൂ കുറേ ആൾക്കാർക്ക് ഈ ഇഷ്യൂ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഏതെങ്കിലും ബ്രാൻഡിൻ്റെ ഫോണാണെങ്കിൽ ആ ബ്രാൻഡിൻ്റെ സൈഡിൽ നിന്ന് ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രോഗ്രാം അവൈൽ ചെയ്യുക. നിങ്ങൾ പോയി തേടി കണ്ടുപിടിച്ച് അന്വേഷിച്ച് ഡിസ്പ്ലേ മാറി കിട്ടുമെങ്കിൽ മാറി മേടിക്കുക. അല്ലാണ്ട് 1 ലക്ഷം രൂപയ്ക്ക് ഞാൻ ഫോൺ മേടിച്ചു കഴിഞ്ഞാൽ 2 കൊല്ലത്തിൽ എങ്ങനെ ഗ്രീൻ ലൈൻ വരും എന്ന് ചോദിക്കുക, ഇറ്റ് ഈസ് നോട്ട് സംതിങ് വിച്ച് ഇസ് പ്രാക്ടിക്കൽ. ഐ നോ ഫ്രസ്ട്രേഷൻ ഉണ്ടാവും അത്രയും പൈസ മുടക്കിയിട്ട്, ബട്ട് ചിന്തിക്കുമ്പോൾ ഇറ്റ് ഈസ് മോർ ഡീപ്പർ ദാൻ ദാറ്റ്. അപ്പോൾ അതാണ് സംഭവം. അതുകൊണ്ട് ഞാൻ ഈ ഗ്രീൻ ലൈനിനെ പറ്റി എന്ത് പറഞ്ഞാലും എനിക്കൊരു ഫോൺ റിവ്യൂ ചെയ്യാൻ കിട്ടുമ്പോൾ പിന്നീട് ഗ്രീൻ ലൈൻ വരുമെന്ന് പറഞ്ഞാൽ പ്രവചിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് യു ക്യാൻ വാച്ച് മൈ അതർ വീഡിയോ. ഗ്രീൻ ലൈൻ എങ്ങനെയാണ് വരുന്നതെന്നുള്ളതിനെ പറ്റി ഒരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.